ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡേ 2 കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം പ്രധാനമായിട്ടും അറൈവൽ ആൻഡ് കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ് എന്നുള്ളതാണ് നമ്മുടെ വിഷയം എന്ന് പറയുന്നത്. 10 ക്വസ്റ്റ്യനേ ഉള്ളൂ. ഇംഗ്ലീഷ് വേർഷൻ ആണ് പറയാൻ പോകുന്നത്. കൃത്യമായിട്ട് വായിക്കുക, ആൻസേഴ്സ് നോട്ട് ചെയ്യുക. അവസാനം എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ താഴെ ഒന്ന് കമന്റൂടെ ചെയ്തേക്കാം. കാരണം എത്ര പേര് അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ്. തുടങ്ങാം. ഒന്ന്, consider the following statement regarding early European cultural influence in coastal India. എന്താ ചോദിച്ചിരിക്കുന്നത്? Consider the following statement regarding early European cultural influence in coastal India. ഒന്ന്, missionaries function not only as religious agent but also as patrons of fine arts. രണ്ട്, local craftsmen adopted and blended European techniques in metal work and sculpture. മൂന്ന്, church architecture introduced in India was marked by excessive ornamental complexity. ഇത് ഡയറക്റ്റ് കേരളയുമായിട്ട് ബന്ധപ്പെട്ടതല്ല, എങ്കിലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് താഴെ പറയുന്നതിനകത്ത് ഏർലി യൂറോപ്യൻ കൾച്ചർ നമ്മുടെ കോസ്റ്റൽ ഇന്ത്യയെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുള്ളതിന്റെ ശരിയായ സ്റ്റേറ്റ്മെന്റ്? ഒന്നുകൂടെ വായിക്കാം. Missionaries function not only as religious agents but also as a patrons of fine arts. Missionaries. രണ്ട്, local craftsmen adopted and blended European techniques in metalwork and sculpture. Church architecture introduced in India was marked by excessive ornamental complexity. നമ്മുടെ ആ ഒരു അവരുടെ, അതായത് യൂറോപ്യന്മാരുടെ കൾച്ചറൽ ഇൻഫ്ലുവൻസ് കോസ്റ്റൽ ഇന്ത്യ, അതായത് തീരപ്രദേശങ്ങൾ, ഇന്ത്യയുടെ തീരപ്രദേശങ്ങൾ എത്രത്തോളം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട് എന്നാണ് ചോദ്യം. അത് മിഷണറീസ് എന്താണ് റിലീജിയസ് ഫങ്ഷൻസ് മാത്രമല്ല ചെയ്തുകൊണ്ടിരുന്നത്, ഫൈൻ ആർട്സും അവർ ചെയ്തുകൊണ്ടിരുന്നിരുന്നു. അതുപോലെ ലോക്കലായിട്ടുള്ള ക്രാഫ്റ്റ്മെൻമാരൊക്കെ യൂറോപ്യന്മാരുടെ ടെക്നിക്സ് മെറ്റൽ വർക്കിലും സ്കൾപ്ചറിലും ഒക്കെ ചെയ്തിരുന്നു. ചർച്ച് ആർക്കിടെക്ചർ ഇൻട്രൊഡ്യൂസ് ഇന്ത്യ വാസ് മാർക്ക്ഡ് ബൈ എക്സസീവ് ഓർണമെന്റൽ കോംപ്ലക്സിറ്റി. അത് യൂറോപ്യൻസിന്റെ കൾച്ചറിനകത്ത് ഉള്ളതാണ്. ഇതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ ബി 2ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ സി 1ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ ഡി 1ഉം 2ഉം 3ഉം ശരിയാണ്. Question number 2. The farmers secured by the English East India Company from Mughal Emperor Farrukhsiyar in 1715 were often compared to the Magna Carta because ഫാറൂഖ്സിയാറിന്റെ ഫാർമാൻ എന്ന് പറയുന്ന ആ ഒരു രേഖയെ പറ്റിയിട്ട് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് ഉണ്ടല്ലോ. അതിനെ നമ്മൾ മാഗ്ന കാർട്ടയുമായിട്ട് കമ്പയർ ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണ് കമ്പയർ ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, they ended Mughal sovereignty over Bengal. Option B, they granted the company extensive trading privileges and autonomy. Option C, they forced the Mughal to recognize British law. Option D, they allowed the English to mint coins bearing the emperor's image. ഫറൂഖ്സിയാറിന്റെ ഫാർമാൻ എന്തിനു വേണ്ടിയിട്ടുള്ളായിരുന്നു എന്ന് ഓർത്താൽ മതി. Question number 3. Who among the following was responsible for founding the companies Des Indies Orientales? അതായത് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫൗണ്ട് ചെയ്തതിന് റെസ്പോൺസിബിൾ ആരായിരുന്നു താഴെ പറയുന്നതിനകത്ത്? ഫ്രാൻസിസ്കോസ് മാർട്ടിൻ, ലൂയിസ് 18, കോൾബർട്ട്, ഡുപ്ലിക്സ്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. Question number 4. Which one of the following correctly matches the European power with its first major settlement in India? യൂറോപ്യൻ പവർ ഫസ്റ്റ് മേജർ സെറ്റിൽമെന്റ് ഇതിനകത്ത് ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്നാണ് ചോദ്യം. ഒന്ന്, ഫ്രഞ്ച്, ഡച്ച്, ഫ്രഞ്ച്. അപ്പൊ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഏതാണെന്നാണ് ചോദ്യം. അതായത് ആദ്യത്തെ സെറ്റിൽമെന്റ് അവർ നടത്തിയ സ്ഥലം. അഞ്ച്, which one of the following events proved to be an early setback to French ambition in India? Option A, Grant of Pondicherry by Bijapur Sultan. Option B, capture of Pondicherry by Dutch in 1693. Option C, establishment of the factory at Masulipatanam. Option D, recognition of French coinage by the Mughals. 6. Consider the following statement regarding Joseph Francois Dupleix. 1. He was the first European to interfere directly in the internal politics of Indian rulers. 2.
He introduced the practice of subsidiary alliance by stationing French troops at the expense of Indian rulers. 3. He personally led French forces in key battles of the Carnatic Wars. ഡ്യൂപ്ലിക്സുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ എ 1 2 ശരി, ഓപ്ഷൻ ബി 2 3 ശരി, ഓപ്ഷൻ സി 1 3 ശരി, ഓപ്ഷൻ ഡി 1 2 3 ശരിയാണ്. Question number 7. Consider the following statement regarding the decline of Portuguese power in India. എന്തുകൊണ്ടാണ് ഡിക്ലൈൻ ആയത്? 1. The rise of English and Dutch commercial competition contributed to their downfall. 2. The preaching activities of Jesuit missionaries lead to resentment among local population. 3. The discovery of Brazil diverted Portuguese colonial focus away from India. ഓപ്ഷൻ എ 1 2, ഓപ്ഷൻ ബി 2 3 മാത്രം, ഓപ്ഷൻ സി 1 3 ശരി, ഓപ്ഷൻ ഡി 1 2 3 ശരിയാണ്. എന്തുകൊണ്ട് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ഡിക്ലൈൻഡ് ആയി പോയി? അതിന്റെ കാരണം. അടുത്തത്, വിത്ത് ദ റെഫറൻസ് ടു ദ സെറ്റിൽമെന്റ്സ് ഓഫ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻ ഇന്ത്യ കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. 1. ബോംബെ came under English control as part of dowry given by Portuguese princess to Charles II. 2. Madras was ceded to the English by the Sultan of Golconda. 3. The fortified settlement in Calcutta was named Fort William. Which of the following statement are correct? 1 2 ശരിയാണ്, 2 3 ശരിയാണ്, 1 3 ശരിയാണ്, 1 2 3 ശരിയാണ്. സ്പെക്ട്രത്തിൽ നിന്നെടുത്ത ക്വസ്റ്റ്യൻസ് അല്ല. 9. Consider the following statement about Anglo-French rivalry in India. The first Carnatic War was largely an extension of European conflicts. 2. The second Carnatic War decisively ended French ambition in South India. 3. Third Carnatic War concluded with the Treaty of Paris, restricting French military presence in India. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? 1 2 ശരിയാണ്, 1 3 ശരിയാണ്, 2 3 ശരിയാണ്, 1 2 3 ശരിയാണ്. Consider the following statement. The introduction of railway in India by the British primarily aimed at promoting social integration and domestic trade among Indians. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് താഴെ സ്റ്റേറ്റ്മെന്റിനകത്ത് ഏതൊക്കെയാണ് കറക്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. ബി, ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോഴ്സ് ബിക്കോസ് ദ റെയിൽവേസ് വെയർ മെയിൻലി ബിൽഡ് ടു ഫെസിലിറ്റേറ്റ് ബ്രിട്ടീഷ് എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ്. C. The statement is partially true because it benefited both Indians and the British equally. D. The statement cannot be evaluated based on historical source. അപ്പം ഈ ഒരു ബ്രിട്ടീഷുകാർ റെയിൽവേ കൊണ്ടുവന്നത്, ബ്രിട്ടീഷുകാർ പ്രൈമറി എയിം എന്ന് പറയുന്നത് ഇവിടുത്തെ സോഷ്യൽ ഇന്റഗ്രേഷനും ഡൊമസ്റ്റിക് ട്രേഡ്, ഇന്ത്യൻസിനിടയിലുള്ള ഡൊമസ്റ്റിക് ട്രേഡും കൂട്ടാനായിരുന്നു. നമുക്കറിയാം അത് തെറ്റാണെന്ന്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരി? ഇനി നമുക്ക് ആൻസേഴ്സ് നോക്കാം. 1 ഓപ്ഷൻ എ ആണ് ആൻസർ. 2 ഓപ്ഷൻ ബി ആണ്. 3 ഓപ്ഷൻ സി. 4 ഓപ്ഷൻ സി. 5 ഓപ്ഷൻ ബി. 6 ഓപ്ഷൻ എ. 7 ഓപ്ഷൻ ഡി. 8 ഓപ്ഷൻ സി. 9 ഓപ്ഷൻ ബി. 10 ഓപ്ഷൻ ഡി. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് കറക്റ്റായിട്ട് നമ്മൾ കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പോലും മൊത്തത്തിലുള്ള യൂറോപ്യൻസിന്റെ വരവും നമുക്കിപ്പോ ചോദിക്കുന്നുണ്ട്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണിത്. അപ്പൊ എത്ര മാർക്ക് കിട്ടിയെന്ന് താഴെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഈസി ആയിട്ടുള്ള ചോദ്യമായിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.